ഹലോ, സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആവോലി മീൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ അധികം അലങ്കാരപ്പണികളൊന്നുമില്ലാതെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ബിരിയാണിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ആവോലി ഇതുപോലെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലോട്ട് പാകത്തിന് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എങ്കിലേ ഉപ്പും മുളകൊക്കെ മീനിലേക്ക് നല്ലപോലെ പിടിക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക മീനൊന്നുകൂടെ. എന്നിട്ട് മീൻ ഇതിലേക്ക് ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഒത്തിരി ലോങ് ആകുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ പെട്ടെന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് സവാള എടുത്തിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മസാലയുടെ ദമ്മിടുമ്പോൾ ഇങ്ങനെ മേലെ ഇങ്ങനെ വിതറിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇതിപ്പോൾ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത എണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മസാലയ്ക്ക് ഉണ്ടാവുക. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സവാള വഴറ്റിയെടുക്കുക. നല്ല സോഫ്റ്റായി വരട്ടെ, എങ്കിലേ മസാലക്കൊക്കെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ. കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയൊക്കെ ആ ഒരു കുത്തുന്ന ആ ഒരു മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ തക്കാളി കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമുക്ക് സ്പൈസസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, കുറേശ്ശെ മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് മീൻ മസാല ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. 1/4 ടീസ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിയില, കറിവേപ്പില, പുതിന ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഇട്ട് കൊടുക്കാതിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ ടൈമിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിനേക്കാളും ടേസ്റ്റ് തൈര് ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം 3 സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനുണ്ടല്ലോ, അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് പതുക്കെ ഇങ്ങനെ മസാല മേലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇത്രയും പതുക്കെ ചെയ്യുന്നത്. ഇനി ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ എണ്ണ തെളിഞ്ഞ് വരുന്ന ഈ ഒരു പരുവുണ്ടല്ലോ, അതാണ് ഈ മസാലയുടെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂണോളം പശുവിൻ നെയ്യ് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ബേ ലീഫ്, പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളമാണ് സാധാരണ ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. ചില അരിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം കഴുകി എടുത്തിട്ടുള്ള ജീരകശാല റൈസാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 നാരങ്ങയുടെ നീരാണ് കേട്ടോ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ ടൈമിൽ ചേർക്കുക. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുൻപിൽ നിൽക്കണമെങ്കിൽ കറക്റ്റ് ചോറിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് വിസിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ചോറ് നന്നായിട്ട് ഉടഞ്ഞു പോകും.
അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. എയറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയപ്പോൾ കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അരി എടുക്കുന്നത് എത്രയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അരി എടുക്കുന്ന കപ്പ്, ആ കപ്പിൽ നിങ്ങൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവായിരിക്കും അതിൽ. അതാണ് പറഞ്ഞത്, ഓരോ അരിക്കനുസരിച്ചിട്ട് അളവ് വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഞാൻ നെയ്ച്ചോറ് കുക്കറിൽ ഉണ്ടാക്കുന്ന വീഡിയോ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത ഉരുളിയിൽ മസാല മാറ്റി വെച്ചിട്ട് അതിലേക്ക് പകുതി ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മീൻ്റെ മസാല ഉണ്ടല്ലോ, അതിൽ പീസൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെ മസാല മാത്രം മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കാം, പിന്നെ ഗരം മസാല, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുക്കാം, പുതിനയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, അതാ പറഞ്ഞത് ഒത്തിരി അലങ്കാരപ്പണികളൊന്നും ഇല്ലയെന്ന്. നോർമലായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണെന്ന് ഫസ്റ്റിലേ പറഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം മീനും ഇതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാം. ഞാനിത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലാണേ, ഫ്ലെയിം കുറച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാനായിട്ട്. 15 മിനിറ്റ് ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. അതുകൊണ്ടാണ് റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കെങ്കിലേ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.